കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും ഗാന്ധിയുടെ മരണം അതിന് നേരെ എതിരായി കുറേയേറെ കാലത്തേക്ക് ഇന്ത്യയെ ഹിന്ദുത്വത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ രൂപപ്പെടലിൽ തൻ്റെ ജീവിതം കൊണ്ട് മാത്രമല്ല, തൻ്റെ മരണം കൊണ്ടും ഗാന്ധി അത്ര വലിയ സംഭാവന നൽകിയിരുന്നു. ഗാന്ധിയുടെ വധത്തെക്കുറിച്ചുള്ള ചില ആലോചനകൾ അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്ന് മുതിരുന്നത്. ഈ അവതരണത്തിന് മുമ്പ് ഞാനൊരു കവിത വായിക്കാം എന്ന് കരുതുന്നു. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കവികളിൽ ഒരാൾ കൂടിയായ PN ഗോപികൃഷ്ണൻ എഴുതിയ കവിതയാണ്. കവിതയുടെ പേര് 1948 ജനുവരി 30. 1948 ജനുവരി 30. ആ ശവശരീരം നോക്കി ജവഹർലാൽ ചുമരും ചാരിയിരുന്നു. തെറ്റിയിരിക്കുന്ന കണ്ണട മനു നേരെയാക്കി വച്ചു. ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കാത്ത പരിപൂർണതയിൽ. പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും. മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ. പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും. മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ. വയറു നിറഞ്ഞ ഒരാൾ ബാക്കി വച്ച അപ്പക്കഷ്ണം പോലെ ആ മൃതശരീരം കാണപ്പെട്ടു. ആരായിരിക്കും വയറു നിറഞ്ഞ അയാൾ? ആരായിരിക്കും വയറു നിറഞ്ഞ അയാൾ? താൻ, ജിന്ന, മൗണ്ട് ബാറ്റൻ, പട്ടേൽ, റാഡ്ക്ലിഫ്, അപ്പോഴുണ്ടായ 2 പുതിയ രാജ്യങ്ങൾ. നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു. അവ ആ അപ്പക്കഷ്ണത്തെ വലിച്ചു കൊണ്ടുപോകാൻ പാടുപെടുന്നു. നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു. അവ ആ അപ്പക്കഷ്ണത്തെ വലിച്ചു കൊണ്ടുപോകാൻ പാടുപെടുന്നു. അതിലെന്താണ് അവശേഷിക്കുന്നത്? അഹിംസയുടെ മധുരം, ചർക്ക നെയ്ത നാരുകൾ, സ്നേഹത്തിൻ്റെ DNA. അതിലെന്താണ് അവശേഷിക്കുന്നത്? അഹിംസയുടെ മധുരം, ചർക്ക നെയ്ത നാരുകൾ, സ്നേഹത്തിൻ്റെ DNA. നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷ്ണം വലിച്ചെടുത്തിരുന്നു. നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷ്ണം വലിച്ചെടുത്തിരുന്നു. അതിൻ്റെ ഉപ്പിലാകണം ഉറുമ്പുകളുടെ രുചി ഗവേഷണം. അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കൈപ്പൻ വീര്യത്തിലോ? അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കൈപ്പൻ വീര്യത്തിലോ? കൊലയാളി ഹിന്ദു എന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്ന് ശീലിച്ച മൗണ്ട് ബാറ്റൻ അപ്പുറത്തെ ചുമര് ചാരിയിരിക്കുന്നുണ്ട്. കൊലയാളി ഹിന്ദു എന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്ന് ശീലിച്ച മൗണ്ട് ബാറ്റൻ അപ്പുറത്ത് ചുമര് ചാരിയിരിക്കുന്നുണ്ട്. 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതശരീരത്തിൽ അടക്കം ചെയ്ത് തിരിച്ചു വന്നത് വിശ്വസിക്കാനാകാതെ പട്ടേലും. 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതദേഹത്തിൽ അടക്കം ചെയ്തു വന്നത് വിശ്വസിക്കാനാവാതെ പട്ടേലും. ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരുന്നു. ആകാശവാണിക്കാർ
മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരുന്നു. ഒരു വഴിക്കണക്കിട്ട് തന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഒരു വഴിക്കണക്കിട്ട് തന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഇനി ഉത്തരം താൻ തന്നെ കണ്ടെത്തണം. 78 വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം. ഒരു വഴിക്കണക്കിട്ട് തന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഇനി ഉത്തരം താൻ തന്നെ എഴുതണം. 78 വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം. ജവഹർലാൽ മൈക്ക് കയ്യിലെടുത്തു. താൻ പൊട്ടിക്കരയാൻ പോകുന്നു അയാൾ വിചാരിച്ചു. ജവഹർലാൽ മൈക്ക് കയ്യിലെടുത്തു. താൻ പൊട്ടിക്കരയാൻ പോകുന്നു അയാൾ വിചാരിച്ചു. മൈക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. മൈക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. ആ വെളിച്ചം അസ്തമിച്ചിരിക്കുന്നു. ജനുവരി 29 രാത്രി ഗാന്ധി ഏറ്റവും ഒടുവിലായി സംസാരിച്ചത് മകനോടാണ്, ദേവദാസ് ഗാന്ധിയോട്. രാത്രി 9 മണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ദേവദാസ് ഗാന്ധിയെ കാണാനെത്തിയത്. അവർ തമ്മിൽ കുറേയേറെ സംസാരിച്ചു. ഗാന്ധി വളരെ ക്ഷീണിതനായിരുന്നു. ഗാന്ധിയുടെ ക്ഷീണിതാവസ്ഥ കണ്ട് ദേവദാസ് ഗാന്ധി അദ്ദേഹത്തോട് ഇനി ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനിരുന്നു. ഗാന്ധി അപ്പോൾ പറഞ്ഞു, തിരക്കില്ല, കുറച്ചുകൂടി സംസാരിക്കൂ എന്ന് പറഞ്ഞു. അല്പനേരം കൂടി സംസാരിക്കുന്നതിനിടയിൽ ഗാന്ധി ചുമയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം നിർത്താതെ ചുമച്ചുകൊണ്ടിരുന്നു. ചുമ നിൽക്കാതായ സമയത്ത് ഗാന്ധിയുടെ നിത്യസഹചാരിയായ മനു അദ്ദേഹത്തോട് ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ എടുക്കണം എന്ന് പറഞ്ഞു. ഗാന്ധി പക്ഷെ അതിനോട് വിയോജിക്കുകയാണ് ചെയ്തത്. പിന്നീട് മനു രേഖപ്പെടുത്തുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഗാന്ധി മനുവിനോട് പറഞ്ഞു, "If I died of illness, you should declare me as a false or hypocritical Mahatma." ഞാൻ രോഗാതുരനായാണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പ്രഖ്യാപിക്കണം. And if an explosion took place as it did in the last week, or if somebody shot at me and received his bullet on my bare chest without a sigh and with Rama's name on my lips, only then you should say that I was a true Mahatma. മറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എന്ന പോലെ ഒരു സ്ഫോടനം അരങ്ങേറുകയോ എൻ്റെ ഒഴിഞ്ഞ മാറിലേക്ക് നറതോക്കിൽ നിന്ന് വെടിയുണ്ടകൾ വന്നു വീഴുകയോ ചെയ്യുകയും ഒരു ഞരക്കം പോലുമില്ലാതെ ചുണ്ടിൽ രാമനാമത്തോടെ ഞാൻ ആ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. അതിനുശേഷം ഗാന്ധി ഒരു വാക്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, ദാറ്റ് വിൽ ബെനഫിറ്റ് ദ ഇന്ത്യൻ പീപ്പിൾ. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും. തൻ്റെ ജീവിതം കൊണ്ട് മാത്രമല്ല, തൻ്റെ മരണം കൊണ്ടും താൻ ഇന്ത്യക്ക് ഉപയോഗപ്പെടണം എന്ന് ഗാന്ധി കരുതിയിരുന്നു.
1947 സെപ്റ്റംബർ 9 ഗാന്ധി കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തുന്നത് വാസ്തവത്തിൽ ഡൽഹിയിൽ തങ്ങാൻ വേണ്ടിയായിരുന്നില്ല, അവിടെ നിന്ന് കലാപകലുഷിതമായ പഞ്ചാബിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു. എങ്കിലും ഡൽഹിയിലെത്തിയ ഗാന്ധി കാണുന്നത്, ഗാന്ധി അതേക്കുറിച്ച് പിന്നെ എഴുതിയത് സിറ്റി ഓഫ് ഡെഡ് എന്നാണ്, മരിച്ചവരുടെ നഗരമായി തീർന്ന ഡൽഹിയാണ്. അതുകൊണ്ട് ഡൽഹിയെ കൈവിട്ട് താൻ പഞ്ചാബിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും 1947 സെപ്റ്റംബർ 9 മുതൽ 48 ജനുവരി 30 വരെ 144 ദിവസങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ കഴിയുകയും കലാപം കൊണ്ട് ഏറ്റവും കലുഷിതമായി തീർന്ന ഡൽഹിയെ ശാന്തതയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്തു. ആ മടക്കിക്കൊണ്ടുവരവ് പൂർത്തിയായത് 1948 ജനുവരി 13 മുതൽ 18 വരെ നീണ്ടുനിന്ന ഗാന്ധിജിയുടെ അവസാനത്തെ നിരാഹാര സത്യാഗ്രഹത്തോടെയാണ്. 78 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞ, കിഡ്നിക്ക് പ്രവർത്തന തകരാറുകളുള്ള, കൃശഗാത്രനായ, അസ്ഥിയും തോലും മാത്രം ബാക്കിയായ ഒരു മനുഷ്യൻ ഇനിയൊരു നിരാഹാരത്തെ അതിജീവിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് രാജ്കുമാരി അമൃത്കൗറിനെ പോലെയുള്ള ആളുകൾ അന്ന് കരുതിയിരുന്നു. എങ്കിലും ഗാന്ധിജി ആ ദിവസത്തെയും അതിജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ നിരാഹാരം ഒരു ബോംബെന്ന പോലെ പൊട്ടിത്തെറിക്കാൻ സജ്ജമായി നിന്നിരുന്ന ഡൽഹിയിലേക്ക് നിത്യമായ ശാന്തിയെ മടക്കിക്കൊണ്ടുവരികയും ചെയ്തു. ഡൽഹി ശാന്തമായി എന്നറിഞ്ഞതിന് ശേഷം ഗാന്ധിജി വാർധയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. 1948 ഫെബ്രുവരി 2 മുതൽ 10 ദിവസത്തോളം വാർധയിൽ തങ്ങിയതിന് ശേഷം തിരിച്ച് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന മുഴുവൻ അഭയാർത്ഥികളെയും കൊണ്ട് പാകിസ്ഥാനിലേക്ക് ഒരു സമാധാന ജാഥ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ജീവിത ലക്ഷ്യം അതായിരുന്നു. ഇന്ത്യയിൽ നിന്ന് മുഴുവൻ അഭയാർത്ഥികളെയും കൊണ്ട് പാകിസ്ഥാനിലെത്തുക, ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് അഭയാർത്ഥികളായി പോയ മുഴുവൻ മുസ്ലിങ്ങളെയും ഇവിടേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്യുക. അങ്ങനെ വിഭജിക്കപ്പെട്ട രാജ്യത്തിൻ്റെ വിഭജനത്തെ തൻ്റെ സ്നേഹപാശം കൊണ്ട് ഇല്ലാതാക്കാം എന്ന അന്തിമമായൊരു ലക്ഷ്യത്തോടെയാണ് 1948 ജനുവരി 30 വാർധയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ, ഫെബ്രുവരി 2 വാർധയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് തയ്യാറാക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളായ പാരലാലിനോടും അതുപോലെ ബിർള മന്ദിരത്തിൽ തനിക്കൊപ്പം വസിച്ചിരുന്നവരോടും പറയുന്നത്. ആ യാത്ര നടക്കുകയുണ്ടായില്ല. 48 ജനുവരി 30 രാവിലെ പതിവ് പോലെ 3:30 മണിക്ക് ഗാന്ധി ഉണർന്നു. 3:45 അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി പോയി. പ്രാർത്ഥന കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ കണക്കാക്കി തയ്യാറാക്കി കൊടുത്തിരുന്ന ചൂടുവെള്ളത്തിൽ തേനും നാരങ്ങാനീരും ചേലിച്ച പാനീയം മനു അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു. ആഭ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ആഭ ഉണരാത്തതിനെ കുറിച്ച് ഗാന്ധിജിക്ക് അപ്പോൾ കുറച്ച് അലോസരം തോന്നുകയും ചെയ്തിരുന്നു. പിന്നീട് കുറേ നേരം അദ്ദേഹം അവസാനമായി താൻ തയ്യാറാക്കിയ രാഷ്ട്രീയ രേഖ, കോൺഗ്രസിന് പകരമായി നിലവിൽ വരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ച ലോകസേവാ സംഘത്തിൻ്റെ കരട് ഭരണഘടന തയ്യാറാക്കിക്കൊണ്ടിരുന്നു. 8 മണിയോടെ അദ്ദേഹത്തിൻ്റെ സ്റ്റെനോഗ്രാഫറായ കല്യാണത്തിന് ആ കരടിൻ്റെ അവസാന പകർപ്പ് അദ്ദേഹം നൽകുകയും അത് അടിച്ച് തയ്യാറാക്കി പാരലാലിന് നൽകാനും പാരലാലിനോട് അത് പരിശോധിച്ച് തിരുത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്താനും ഗാന്ധിജി നിർദ്ദേശിച്ചു. 9 മണിയോടെ അദ്ദേഹം കുളിക്കാനായി പോയി. അദ്ദേഹത്തിൻ്റെ സഹായിയായ ബ്രിജ് കൃഷ്ണ അദ്ദേഹത്തിന് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പിന്നാലെ അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചു. പ്രഭാത ഭക്ഷണം അദ്ദേഹം കഴിക്കുന്നത് ആട്ടിൻപാലും അതുപോലെ പുഴുങ്ങിയ പച്ചക്കറികളും മാത്രമാണ്. ബ്രെഡ് പോലും കഴിക്കാൻ പറ്റുന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം മടങ്ങിയെത്തിയിരുന്നില്ല. 78-ാം വയസ്സിലെ 6 ദിവസം നീണ്ട നിരാഹാരം അദ്ദേഹത്തിൻ്റെ ദഹന പ്രക്രിയകളെ മുഴുവൻ സമ്പൂർണമായി തകരാറിലാക്കിയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹായിയായ മനു
അദ്ദേഹത്തിന് രാത്രിയിൽ കഴിക്കാനുള്ള മരുന്ന് തീർന്നതുകൊണ്ട് മരുന്ന് തയ്യാറാക്കുന്നുണ്ട്. ഗാന്ധി രാത്രി അല്ലെങ്കിൽ സമയം കിട്ടില്ല, ഇപ്പോൾ അത് തയ്യാറാക്കാമെന്ന് മനു ഗാന്ധിയോട് പറയുന്ന സമയത്ത് ഗാന്ധി അവരോട് പറഞ്ഞത്, രാത്രിയിലേക്കുള്ള മരുന്ന് അപ്പോൾ തയ്യാറാക്കിയാൽ മതി. ഇരുൾ വീഴുന്നതിന് മുമ്പ് എന്തെല്ലാമാണ് സംഭവിക്കുക എന്ന് ആർക്കാണ് അറിയുക? രാത്രിയിൽ ഞാൻ ജീവനോടെ ഉണ്ടാകും എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് രാത്രിയിലേക്കുള്ള മരുന്ന് രാത്രിയിൽ തയ്യാറാക്കിയാൽ മതി എന്ന് ഗാന്ധി അവരോട് പറയുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ഗാന്ധി അല്പനേരം വിശ്രമിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന റുസ്തം സ്വരാബ്ജിയുടെ മകൻ ഗാന്ധിജിയെ കാണാൻ വന്നു. അവരുമായി സംസാരിച്ച് അല്പനേരം കഴിഞ്ഞ് ഗാന്ധിജിയുടെ അന്നത്തെ ആദ്യത്തെ 2 സന്ദർശകർ വന്നു. ഡൽഹിയിലെ 2 മുസ്ലിം മതപുരോഹിതന്മാരാണ്. മൗലാന ഹിസ്ഫുർ റഹ്മാനും മൗലാന അഹമ്മദ് സെയ്ദും ഗാന്ധിയെ കാണാൻ വന്നു. അവരോട് ഗാന്ധി ഡൽഹി ശാന്തമായോ എന്നാരാഞ്ഞു. ഡൽഹി ശാന്തമായെങ്കിൽ മാത്രമേ തനിക്ക് തൻ്റെ ആശ്രമത്തിലേക്ക്, സേവാഗ്രാമിലേക്ക് മടങ്ങാൻ കഴിയൂ എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഡൽഹി ശാന്തമായി എന്നും താങ്കൾക്ക് ഗാന്ധിജിക്ക് സംശയമില്ലാതെ, ഭയമില്ലാതെ വാർത്തയിലേക്ക് പോകാം എന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അല്പനേരത്തെ മയക്കത്തിന് ശേഷം ഗാന്ധി പാരേലാലും സുധീർ ഘോഷ് എന്നു പേരായ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അനുയായിയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. സുധീർ ഘോഷ് വിദേശ പത്രങ്ങളിൽ ഗാന്ധി, നെഹ്റുവും പട്ടേലും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെക്കുറിച്ച് വന്ന വാർത്തകളെക്കുറിച്ച് ഗാന്ധിയോട് പറഞ്ഞു. ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കേണ്ടതുണ്ടെന്നും അന്ന് വൈകുന്നേരം താൻ പട്ടേലിനോട് ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് എന്നും ഗാന്ധി സുധീർ ഘോഷിനോടും പാരേലാലിനോടും പറഞ്ഞു. ഉച്ചയോടെ ഗാന്ധി ബിർള മന്ദിരത്തിന് പുറത്ത് പുൽമൈതാനത്ത് വെയിലുകൊണ്ട് അതിഥികളെ സ്വീകരിക്കാൻ തുടങ്ങി. സന്ദർശകരായി ധാരാളം പേരുണ്ട്. ബ്രിജ് കൃഷ്ണയാണ് സന്ദർശകരുടെ ക്രമമനുസരിച്ച് സമയം നിശ്ചയിച്ച് നൽകിയിരുന്നത്. ജാട്ട് നേതാക്കൾ അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ടെന്ന്, ഹിന്ദു നേതാക്കൾ വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഡിസിൽവയും അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. ഡിസിൽവയുടെ മകൾ ഒരു പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ഒപ്പിട്ട് നൽകണം എന്ന് ആവശ്യപ്പെട്ടു. ആ പുസ്തകത്തിൽ ഗാന്ധിജി ഒപ്പിട്ട് നൽകുകയും ചെയ്തു. ഗാന്ധിയുടെ അവസാനത്തെ കയ്യൊപ്പ് ഈ ഡിസിൽവയുടെ മകൾക്ക് അന്ന് ഒപ്പിട്ട് നൽകിയതാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെ ലോകപ്രസിദ്ധരായ 2 ഫോട്ടോഗ്രാഫർമാർ ഗാന്ധിജിയെ കാണാനെത്തി. മാർഗറ്റ് ബ്രൂക്ക്വൈറ്റും അതുപോലെ ഹെൻറി കാർട്ടിയ ബ്രസനും. മാർഗറ്റ് ബ്രൂക്ക്വൈറ്റ് ഗാന്ധിയോട് ചോദിച്ചു, 125 വയസ്സുവരെ ജീവിക്കണം എന്ന ആഗ്രഹം എന്തുകൊണ്ടാണ് അങ്ങ് ഉപേക്ഷിച്ചത്? 1947 ഒക്ടോബർ 2-ന് 78ാമത്തെ ജന്മദിനത്തിൽ ആശംസകൾ നേരാനെത്തിയവരോട് ഗാന്ധിജി പറയുന്ന വാക്യം, വാസ്തവത്തിൽ ഇന്ന് എനിക്ക് വേണ്ടത് ആശംസകളല്ല, അനുശോചന സന്ദേശമാണ്. ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. 125 വയസ്സ് വരെ ജീവിക്കണം എന്ന എൻ്റെ ആഗ്രഹം ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. അന്ന് അത് വലിയ വാർത്തയായിരുന്നു. അതേക്കുറിച്ചാണ് ഈ മാർഗറ്റ് ബ്രൂക്ക്വൈറ്റ് ഗാന്ധിയോട് ചോദിച്ചത്. എന്തുകൊണ്ട് അങ്ങത് ഉപേക്ഷിച്ചു? ഗാന്ധിജി പറഞ്ഞത്, ഒട്ടും ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ലോകമെമ്പാടും നടക്കുന്നു, അതിനിടയിൽ ഒരു കാഴ്ചക്കാരനായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം അവരോട് പറയുന്നുണ്ട്. പിന്നാലെ 3:15 മണിയോടെ ലോകപ്രശസ്തനായ ഫോട്ടോഗ്രാഫർ, അദ്ദേഹമാണ്, നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, നെഹ്റു പ്രസംഗിക്കുന്ന ചിത്രം എടുക്കുന്നത്. ഗാന്ധി മരിച്ചതിന് ശേഷമുള്ള നെഹ്റു പ്രസംഗിക്കുന്ന ചിത്രം എടുക്കുന്നത് ഈ ഹെൻറി കാർട്ടിയ ബ്രസൻ എന്നു പേരായ ലോകപ്രസിദ്ധനായ ഫോട്ടോഗ്രാഫറാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഗാന്ധിയുടെ പത്രയോഗങ്ങളുടെ സമയത്ത് അദ്ദേഹം ഉണ്ട്, പക്ഷെ അന്നത്തെ ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഹെൻറി കാർട്ടിയ ബ്രസൻ താനെടുത്ത ഗാന്ധി ചിത്രങ്ങൾ ചേർത്ത് വെച്ച ഒരു ആൽബം ഗാന്ധിജിക്ക് സമ്മാനിച്ചു. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളിൽ ഒരാളായ രാധാ കുമുദ് മുഖർജി ഗാന്ധിജിയെ കാണാൻ എത്തിച്ചേർന്നു. പഞ്ചാബിൽ നിന്ന് മറ്റൊരു സംഘം, സിഖ് സംഘം എത്തിയിരുന്നു. തങ്ങൾ നടത്താൻ പോകുന്ന സമാധാന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ആരെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ആരായാനാണ് അവർ വന്നത്. രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനാക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹം മുറിയിലേക്ക്
4 മണിയോടെ മടങ്ങി. 4 മണിയായപ്പോൾ പട്ടേൽ മകളോടൊപ്പം മണിബെന്നോടൊപ്പം അദ്ദേഹത്തെ കാണാൻ എത്തിച്ചേർന്നു. അദ്ദേഹം മുറിയിലേക്ക് കടക്കുന്ന സമയത്ത്, ബിർള മന്ദിരത്തിനകത്തേക്ക് പോകുന്ന സമയത്ത് വേണ്ടത് UN ഹേബർ, രസിക്ലാൽ പരീഖ് എന്നു പേരായ 2 പേർ ഗാന്ധിജിയെ കാണാൻ എത്തിയിട്ടുണ്ട്. അവരോട് എന്താണ് പറയേണ്ടത് എന്ന് മനു അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഗാന്ധിജി അപ്പോൾ പറഞ്ഞ മറുപടി, പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമുള്ള പതിവ് നടത്തത്തിൻ്റെ സമയത്ത് അവരോട് സംസാരിക്കാം എന്ന് പറയൂ. ഒരു വാക്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് കൂട്ടിച്ചേർത്ത് അദ്ദേഹം പട്ടേലുമായുള്ള സംഭാഷണത്തിനായി മുറിക്കകത്തേക്ക് പോന്നു. 4:15 മുതൽ 5 മണി കഴിഞ്ഞും അവരുടെ സംഭാഷണം തുടർന്നു. ഗാന്ധിജി സമയനിഷ്ഠയുടെ കാര്യത്തിൽ വളരെ കൃത്യതയുള്ള ഒരാളാണ്. ഞാൻ 1-ാം ദിവസം സൂചിപ്പിച്ചതുപോലെ സമയനിഷ്ഠ എന്നത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ട് ജീവിതത്തിൽ നിന്ന് അദ്ദേഹം സ്വാംശീകരിച്ച പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. അതുകൊണ്ട് 5 മണിയാകുന്നതോടെ പ്രാർത്ഥനായോഗത്തിന് സമയമായി എന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കാൻ മനുവും ആഭയും പല നിലയ്ക്ക് പരിശ്രമിക്കുന്നുണ്ട്. ഗാന്ധിയുടെ വാച്ച് എടുത്ത് ഗാന്ധിയുടെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇടപെട്ട് തടയാനായിട്ട് അവർക്ക് ധൈര്യം വരാത്തത് കൊണ്ട്, മടിച്ചതുകൊണ്ട് ഇങ്ങനെ പല നിലയിൽ പരിശ്രമിക്കുന്നു. ഗാന്ധി അതൊന്നും കാണുന്നില്ല. അവസാനം ഇവരുടെ ഈ ശ്രമം കണ്ട് പട്ടേലിൻ്റെ മകൾ മണിബെന്നാണ് പ്രാർത്ഥനായോഗത്തിന് സമയമായി എന്ന് പറഞ്ഞ് ഗാന്ധിജിയും പട്ടേലും തമ്മിലുള്ള സംഭാഷണം അവസാനിപ്പിച്ച് 5:10 ഗാന്ധിജി അദ്ദേഹം ബിർള മന്ദിരത്തിലെ തൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. മനുവിൻ്റെയും ആഭയുടെയും തോളിൽ കൈയിട്ട് അദ്ദേഹം പ്രാർത്ഥനാവേദിയിലേക്ക് നടക്കാൻ തുടങ്ങി. പ്രാർത്ഥനായോഗത്തിലേക്ക് തൻ്റെ ഇടത് കൈ മനുവിൻ്റെ തോളിലും വലത് കൈ ആഭയുടെ തോളിലും പതുക്കെ താങ്ങായി വച്ച് ഗാന്ധിജി നടന്നു. പ്രാർത്ഥനാവേദിയിലേക്ക് നടക്കുന്ന സമയത്ത് മനുവിനോടും ആഭയോടും അദ്ദേഹം കുറേയേറെ ചെറുവർത്തമാനങ്ങൾ പറയുന്നുണ്ട്. മനു അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് താങ്കളുടെ വാച്ചിന് അതിനെ താങ്കൾ അവഗണിച്ചതായി തോന്നിയിരിക്കും. അപ്പൊ ഗാന്ധി പറഞ്ഞു, നിങ്ങൾ 2 പേർ എൻ്റെ സമയ സംരക്ഷകരായുള്ളപ്പോൾ ഞാൻ എന്തിനു വാച്ച് നോക്കണം? അപ്പൊ മനു പറഞ്ഞു, സമയ സംരക്ഷകരെയും അങ്ങിന്ന് നോക്കിയില്ല. അപ്പൊ ഗാന്ധി പറഞ്ഞു, അതിൻ്റെ കുറ്റം നിങ്ങൾക്കാണ്. അപ്പോൾ അത്രയും ഗൗരവമുള്ള ചർച്ചയായതുകൊണ്ട് ആണ് തടയാതിരുന്നത് എന്ന് മനു അതിന് വിശദീകരണം നൽകി. ഗാന്ധി പറഞ്ഞു, സമയനിഷ്ഠ വളരെ പ്രധാനമാണ്. ഒരു രോഗിക്ക് യഥാസമയം ചികിത്സ നൽകിയില്ലെങ്കിൽ, മരുന്ന് നൽകിയില്ലെങ്കിൽ രോഗി മരണപ്പെടും. അതുകൊണ്ട് സമയകൃത്യത പാലിക്കുക എന്നുള്ളത് നഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ മറ്റൊരു പരിഗണനയും വന്നുകൂടാ എന്ന് പറഞ്ഞു. തുടർന്ന് തനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ തന്ന പുഴുങ്ങിയ ക്യാരറ്റിനെ കുറിച്ച് ഗാന്ധി കളിയായിട്ട് മനുവിനോട് ചോദിച്ചു, നീ എനിക്ക് ഉച്ചയ്ക്ക് കുതിരത്തീറ്റയാണോ തന്നത് എന്ന് ചോദിച്ചു. അപ്പൊ മനു കളിയായി തന്നെ പറഞ്ഞു, അതിനെ എരുമത്തീറ്റ എന്നാണ് പറയാറുള്ളത്. കസ്തൂർബ പറഞ്ഞിരുന്നത് എരുമത്തീറ്റ എന്നാണ്. അങ്ങനെ ഗാന്ധി ചിരിച്ചു. അല്പനേരം കഴിഞ്ഞ് ഗാന്ധി ഒരു വാക്യം കൂടി പറയുന്നു, 1 നിമിഷം പോലും പ്രാർത്ഥനായോഗത്തിന് വൈകുന്നത് ഞാൻ വെറുക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹം പുൽമൈതാനത്തിനടുത്തെത്തി. 5 പടികളുണ്ട് പുൽമൈതാനത്തിലേക്ക്. 5 പടികൾ കയറി അദ്ദേഹം മനുവിൻ്റെയും ആഭയുടെയും തോളിൽ നിന്ന് കൈകളെടുത്തു, കൈകൂപ്പി. ആ കൈകൂപ്പി അദ്ദേഹം തൻ്റെ പ്രാർത്ഥനാ വേദിയിലേക്ക്, പുൽമൈതാനത്തിൻ്റെ തെക്കേ അറ്റത്ത് ചുമരിനോട് ചേർന്ന് ബിർള മന്ദിരത്തിൽ ഗാന്ധി വന്നതിന് ശേഷം പുതുതായി ഉണ്ടാക്കിയ ഒരു ചെറിയ പീഠമുണ്ട്. അവിടെ ഇരുന്നാണ് ഗാന്ധി സംസാരിക്കുക. അതിലേക്ക് ഗാന്ധി നടന്നു തുടങ്ങുന്നു. കാണാൻ അപ്പോഴേക്കും ആ ദിവസങ്ങളായപ്പോഴേക്കും ഗാന്ധിയുടെ ഡൽഹിയിലെ ഇടപെടലിന് വലിയ ഫലങ്ങളുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ 400-500 ആളുകളൊക്കെ പ്രാർത്ഥനായോഗത്തിൽ എത്തുമായിരുന്നു. ഗാന്ധി വന്ന സമയത്ത് ഗാന്ധിയുടെ പ്രാർത്ഥനായോഗത്തിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ട് 40-50 ആളുകൾ മാത്രമാണ് ആ ഘട്ടത്തിലുള്ളത് എന്നാണ്. അന്ന് 300 പേർ എന്ന് ഗോഡ്സെ പിന്നീട് മൊഴി നൽകുന്നുണ്ട്. 500ഓളം പേർ എന്നാണ് മറ്റു പല റിപ്പോർട്ടുകളും പറയുന്നത്. അവർ ഇരുപുറങ്ങളിലായിട്ട് ഗാന്ധിജിക്ക് വഴിയൊരുക്കി കൊടുത്തു. ഗാന്ധിജി അവരെ നോക്കി കൈകൂപ്പിക്കൊണ്ട് അതിന് നടുവിലൂടെ നടക്കുന്ന സമയത്താണ് അരികത്ത് നിന്നിരുന്ന നഥുറാം ഗോഡ്സെ വഴിക്കിടെ നടുവിലേക്ക് വരികയും ഗാന്ധിജിയുടെ കാൽപാദങ്ങളിൽ തൊടാനെന്ന മട്ടിൽ അദ്ദേഹം അല്പമൊന്ന് കുനിയുകയും ചെയ്തത്. ഗാന്ധിയുടെ പാദങ്ങളിൽ തൊട്ടു വണങ്ങാനാണ് എന്ന് ധരിച്ചിട്ട്
മനു അദ്ദേഹത്തോട് പറഞ്ഞു, ബാപ്പുവിൻ്റെ സമയം വൈകിയിരിക്കുന്നു, തടസ്സപ്പെടുത്തരുത്, വഴിയൊഴിഞ്ഞു കൊടുക്കൂ എന്നാവശ്യപ്പെട്ടു. വളരെ ശക്തിയായി മനുവിനെ ഗോഡ്സെ തള്ളിയിട്ടു. തള്ളി മാറ്റി മനുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രാർത്ഥനാ പുസ്തകവും ജപമാലയും ഒക്കെ താഴേക്ക് ചെതറി വീണു. അതെടുക്കാനായി മനു കുനിയുന്ന സമയത്താണ് ഗോഡ്സെ നിവർന്നു നിന്ന് തൻ്റെ കയ്യിൽ കൈത്തോക്കുകൊണ്ട് 3 തവണ തുടർച്ചയായി ഗാന്ധിക്ക് നേരെ വെടിവെത്തപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒന്നൊലയുകയും ഹേ റാം എന്ന് 2 വട്ടം പറഞ്ഞ് അദ്ദേഹം താഴേക്ക് വീഴുകയും തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന ബ്രിജ് കൃഷ്ണ എന്ന അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി ഓടി വന്ന് അദ്ദേഹത്തെ തൻ്റെ കയ്യിൽ താങ്ങിയെടുക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് ഗാന്ധിജിയെ ബിർള മന്ദിരത്തിനകത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ എത്തി പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി മരണപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു വിലാപസ്വരവുമില്ലാതെ തനിക്ക് മുമ്പിൽ തനിക്ക് നേരെ വെടിയുതിർക്കാൻ തോക്ക് നീട്ടുന്ന കൊലയാളിയെ കണ്ട് അതേ ചൊല്ലിയും ഒരുപക്ഷെ ഹേ റാം എന്ന് പറഞ്ഞ് രാജ്മോഹൻ ഗാന്ധിയുടെ ജീവചരിത്രം എഴുതുന്നുണ്ട്. ദ ഗുഡ് ബോട്ട്മാൻ എന്ന പേരിൽ, നല്ലവനായ തോണിക്കാരൻ. അതിൻ്റെ അവസാന വരിയിൽ രാജ്മോഹൻ ഗാന്ധി എഴുതുന്നുണ്ട്, പോസിബിളി എ സൈലന്റ് ഫോർഗീവ് ഹിം. ഒരുപക്ഷെ നിശബ്ദമായ ഒരു പ്രാർത്ഥന കൂടി അവനോട് പൊറുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി 5/17 ഗാന്ധിജി വിടവാങ്ങി. അങ്ങനെ തൻ്റെ ജീവിതം കൊണ്ടെന്ന പോലെ ഗാന്ധി ഒടുവിൽ പറഞ്ഞ വാക്യം പോലെ, ദാറ്റ് വിൽ ബെനഫിറ്റ് ദ ഇന്ത്യൻ പീപ്പിൾ. തൻ്റെ ജീവിതം ഈ രാജ്യത്തെ മനുഷ്യർക്ക് എത്രമേൽ ഉപയുക്തമായി തീർന്നോ അത്ര തന്നെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് ഉപയുക്തമായി തീർന്ന ഒരു മരണത്തിലേക്ക് ഗാന്ധി അങ്ങനെയാണ് പ്രവേശിച്ചത്. 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഗാന്ധിജി കൽക്കട്ടയിലാണ്. കൽക്കട്ടയിലെ ബേലിയ ഘട്ട് എന്നു പേരായ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ തകർന്നു തുടങ്ങിയ ഒരു ചെറിയ കെട്ടിടത്തിൽ, ഹൈദരി മൻസിൽ എന്നു പേരായ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ചെറിയ കെട്ടിടത്തിൽ താമസയോഗ്യമായി ഏതാണ്ട് ഒരു മുറി മാത്രമുള്ള ഒരു ചെറിയ കെട്ടിടത്തിലാണ് ഗാന്ധിജി അന്ന് തങ്ങിയിരുന്നത്. അന്നെന്ന് മാത്രമല്ല, കുറേയേറെ ദിവസങ്ങൾ അദ്ദേഹം അവിടെയാണ് തങ്ങിയത്. ഗാന്ധി അന്ന് സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ദിനത്തിൽ പകൽ മുഴുവൻ നൂൽ നൂറ്റു, ധാരാളം പേർക്ക് കത്തെഴുതി. ഓഗസ്റ്റ് 18 ഈദിൻ്റെ ദിവസമായിരുന്നു. അന്ന് ആളുകൾ ധാരാളമായിട്ട് ഗാന്ധിജിയെ കാണാൻ വന്നു. ആ സമ്മേളനം ഗാന്ധിജിക്ക് വലിയ സന്തോഷം നൽകി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തുചേർന്ന ആ സമ്മേളനം ഒരു മാതൃകയാണല്ലോ എന്ന് അദ്ദേഹം അന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. പഞ്ചാബിലേക്കും നവഖാലിയിലേക്കും വൈകാതെ പോകണം എന്ന് അദ്ദേഹം കരുതിയിരുന്നു. രണ്ടിടത്തും വർഗീയ കലാപം ആളിപ്പടരുന്നുണ്ടായിരുന്നു. പഞ്ചാബിലേക്ക് പോകണം എന്ന് നെഹ്റു അദ്ദേഹത്തോട് ഇടയ്ക്ക് നിർദ്ദേശിച്ചിരുന്നു. ഒട്ടും വൈകാതെ തന്നെ പോകണം എന്ന് മൗണ്ട് ബാറ്റൻ ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും കൽക്കട്ട ഒന്നുകൂടി ശാന്തമായിട്ട് പോകാം എന്നാണ് ഗാന്ധി കരുതിയിരുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 15 മുതൽ 31 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ കൽക്കട്ടയുടെ ശാന്തിയെ അത് ഉറച്ചതാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൂടി
ഗാന്ധിജി കഴിയുമ്പോഴാണ് ആഗസ്റ്റ് 31 രാത്രി ഹൈന്ദവ വർഗീയവാദികൾ ഗാന്ധിയുടെ വീട് ആക്രമിച്ചത്. ഗാന്ധി ഉറങ്ങിക്കിടക്കുന്ന മുറിക്ക് പുറത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആ ഹൈദരി മൻസിലിൻ്റെ വാതിലുകളും ജനാലകളും തല്ലി തകർത്തു. മുറിക്കുള്ളിലേക്ക് ലാത്തിയും ഇഷ്ടിക കഷ്ണങ്ങളും വലിച്ചെറിയപ്പെട്ടു. പുറത്തേക്ക് വന്ന മനുവും ആഭയും ആക്രമിക്കപ്പെട്ടു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പുറത്തേക്ക് വന്ന ഗാന്ധിജിയെയും ആക്രമിക്കാൻ ആൾക്കൂട്ടം തയ്യാറായി. ഗാന്ധിജിക്ക് നേരെ വലിച്ചെറിഞ്ഞ ഇഷ്ടികകളിലൊന്ന്, ലാത്തികളിലൊന്ന് ലക്ഷ്യം തെറ്റി മറ്റു ചിലരുടെ മേലാണ് വന്ന് വീണത്. അന്ന് രാത്രി മാത്രം കൽക്കട്ടയിൽ ഏതാണ്ട് 50-ലധികം പേർ കൊല്ലപ്പെട്ടു. പോലീസ് വന്നാണ് അവിടുത്തെ വർഗീയവാദികളുടെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടത്. ഗാന്ധി രാത്രി ഉറങ്ങാൻ പോയി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം രാവിലെ 8:15 നിരാഹാരം ആരംഭിച്ചു. ഗാന്ധിയുടെ ജീവിതത്തിലെ അവസാന നിരാഹാരത്തിന് തൊട്ടു മുമ്പുള്ള സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 4 വരെ നീണ്ടു നിൽക്കുന്ന നിരാഹാരം. കൽക്കട്ട അന്തിമമായ ശാന്തിയിലേക്ക് വരാതെ താൻ ആഹാരം കഴിക്കുന്നതല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗാന്ധിയുടെ നിരാഹാര പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ കൽക്കട്ടയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ആയിരക്കണക്കായ ആളുകൾ തെരുവിലിറങ്ങി. അവരെല്ലാം തന്നെ ആയുധങ്ങൾ പലയിടങ്ങളിൽ നിന്ന് സമാഹരിച്ച് ഗാന്ധിയുടെ മുമ്പിലെത്തിച്ചു. ഗാന്ധിയോടൊപ്പം കൽക്കട്ടയിലെ ബ്രിട്ടീഷ് സൈന്യത്തിലെ ആംഗ്ലോ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷ് സൈനികരും നിരാഹാരം അനുഷ്ഠിച്ചു. കുട്ടികൾ, കൽക്കട്ട സർവകലാശാലയിലെ കുട്ടികൾ ക്ലാസ്സുകളെല്ലാം ബഹിഷ്കരിച്ച് സമാധാന സേനയുണ്ടാക്കി. ശാന്തിദളം എന്ന പേരിൽ സമാധാന സേനയുണ്ടാക്കി. 4 ദിവസത്തിനുള്ളിൽ കൽക്കട്ട സമ്പൂർണമായ ശാന്തിയിലേക്ക് തിരിച്ചു വന്നു. സെപ്റ്റംബർ 4 വൈകുന്നേരം 6 മണിക്ക് ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ചു. 1947 സെപ്റ്റംബർ 6 ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് ഇന്നുവരെ കൽക്കട്ടയിൽ ഗൗരവമേറിയ ഒരു വർഗീയതകളെയും നടന്നിട്ടില്ല. രാജഗോപാലാചാരി പിന്നീട് ഇതേക്കുറിച്ച് പറഞ്ഞു, ഗാന്ധി ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരക്ഷരായ കോടാനുകൂടി മനുഷ്യരെ സമരമുഖത്തെത്തിച്ചിട്ടുണ്ട്. സത്യഗ്രഹം എന്ന സമരമാർഗത്തിലൂടെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ പലതും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവയൊന്നും 4 ദിവസത്തെ നിരാഹാരത്തിലൂടെ അദ്ദേഹം കൽക്കട്ടയിൽ നേടിയ വിജയത്തോളം വലുതല്ല എന്ന് രാജഗോപാലാചാരി പറയുന്നു. മൗണ്ട്ബാറ്റൻ പിന്നീട് ഗാന്ധിജിക്ക് കത്തെഴുതി, പഞ്ചാബിൽ ഞങ്ങളുടെ സൈന്യത്തിൽ 66,000 സൈനികരും അവിടെ ലക്ഷക്കണക്കിന് മൃതശരീരങ്ങളുമാണ് ഉണ്ടായിരുന്നത്. കൽക്കട്ടയിൽ ഞങ്ങളുടെ സൈന്യത്തിൽ ഒരൊറ്റ ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹാത്മാവേ, അങ്ങേക്ക് നന്ദി. അങ്ങനെ കൽക്കട്ട ശാന്തിയിലേക്ക് തിരിച്ചെത്തി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഗാന്ധി കൽക്കട്ടയിൽ നിന്ന് പഞ്ചാബിലേക്ക് പോകാൻ തീരുമാനിച്ചു. 1947 സെപ്റ്റംബർ 7 രാത്രി അദ്ദേഹം കൽക്കട്ടയിൽ നിന്ന് ഡൽഹി വഴി പഞ്ചാബിലേക്ക് പോകാൻ പുറപ്പെട്ടു. 9 രാവിലെ അദ്ദേഹം ഡൽഹിയിൽ വന്നിറങ്ങി. ഇക്കാലത്താണ് ഗാന്ധിജിയുടെ ഏറ്റവും പ്രസിദ്ധമായ പ്രസ്താവനകളിലൊന്ന് അദ്ദേഹം തയ്യാറാക്കിയത്. പ്രതിസന്ധിയുടെ മുഹൂർത്തങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ഗാന്ധിജിക്ക് ഒരു ഉത്തരവുണ്ടായിരുന്നു. I will give you a talisman. Whenever you are in doubt, apply the following test. ഞാൻ നിങ്ങൾക്കൊരു ഉരകല്ല് തരാം. സംശയത്തിൻ്റെ ഓരോ മുഹൂർത്തങ്ങളിലും നിങ്ങളത് പ്രയോഗിക്കുക. Recall the face of the poorest and weakest man whom you may have seen.
നിങ്ങൾ കാണാനിടവന്നതിൽ ഏറ്റവും നിസ്വനും ദരിദ്രനുമായ ഒരുവന്റെ മുഖം മനസ്സിൽ കാണുക. അയാൾക്ക് നിങ്ങൾ ഗുണകരമാണോ എന്നാലോചിക്കുക. ഗാന്ധിയുടെ ഒരുപക്ഷെ ഉപദേശങ്ങളിൽ ഏറ്റവും മർമ്മസ്പർശിയായത് എന്ന് പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ട ഒരു വാക്യാണ്, ഐ വിൽ ഗിവ് യു എ ടാലിസ്മാൻ, റിക്കാൾ ദ ഫേസ് ഓഫ് ദ പൂവറസ്റ്റ് ആൻഡ് വീക്കസ്റ്റ് മാൻ യു ഹാവ് എവർ സീൻ. അത് ഈ ഘട്ടത്തിലാണ് ഗാന്ധിജി തയ്യാറാക്കുന്നത്. 1948 ഓഗസ്റ്റ് സെപ്റ്റംബർ ഘട്ടത്തിലാണ് ഈ നിർദ്ദേശം അദ്ദേഹം തയ്യാറാക്കിയത്. പോകുന്നതിന് മുമ്പ് രണ്ടുപേർക്ക് ഗാന്ധി സവിശേഷമായി ആദരാഞ്ജലികൾ അർപ്പിച്ചു. കൽക്കട്ടയിലെ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശാന്തിസേന ഉണ്ടാക്കുകയും അക്രമികളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത രണ്ട് ചെറുപ്പക്കാർ, സച്ചിൻ മിത്ര, സ്മൃതീഷ് ബാനർജി എന്നീ രണ്ട് ചെറുപ്പക്കാരെ അദ്ദേഹം പ്രത്യേകമായി ഓർക്കുകയും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 9 ഗാന്ധി രാവിലെ ഡൽഹിയിലെത്തി. ഗാന്ധിയെ സ്വീകരിക്കാനായി പട്ടേൽ എത്തിയിരുന്നു. പട്ടേൽ പക്ഷേ പതിവ് പോലെ പ്രസന്നനായിരുന്നില്ല. ഗാന്ധി അതേക്കുറിച്ച് പറയുന്നുണ്ട്. പട്ടേൽ എന്നും തലയുയർത്തിയാണ് നടക്കുക, ഇന്ന് പക്ഷേ സർദാർ തലകുനിച്ചാണ് നടന്നത്. ഗാന്ധി അന്ന് തന്നെ ഡൽഹിയിലെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചുറ്റുവട്ടത്തു നിന്ന് ശേഖരിച്ചു. അന്ന് തന്നെ ഗാന്ധി ഹുമയൂൺ ടോംബ് അടക്കമുള്ള അഭയാർത്ഥികൾ തമ്പടിച്ച പ്രദേശങ്ങളിൽ പോയി. അടുത്ത ദിവസങ്ങളിലെല്ലാം ഗാന്ധി അഭയാർത്ഥി ക്യാമ്പുകളിൽ ചെന്നു. അഭയാർത്ഥി ക്യാമ്പുകളിലെല്ലാം തന്നെ ഗാന്ധിജി വലിയ തോതിലുള്ള എതിർപ്പ് നേരിടുകയുണ്ടായി. ഗാന്ധിജി മൂർത്താബാദ് എന്ന വിളികൾ ഡൽഹിയിലുടനീളമുണ്ടായി. ഗാന്ധിജി ബിർള മന്ദിരത്തിലാണ് താമസിച്ചിരുന്നത്. സാധാരണ അദ്ദേഹം ഡൽഹിയിൽ താമസിക്കുന്നത് ഭംഗി കോളനിയിലാണ്, തൊട്ടികളുടെ കോളനിയിലാണ്. ആ കോളനിയിലേക്ക് പക്ഷേ പാകിസ്ഥാനിൽ നിന്നെത്തിയ, പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നെത്തിയ ഹിന്ദുക്കളായ അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞതുകൊണ്ട് അവിടെ ഗാന്ധിക്ക് സുരക്ഷയുണ്ടാകാൻ പ്രയാസമാണ് എന്ന് പട്ടേൽ കരുതുകയും പട്ടേൽ നിർബന്ധപൂർവം അദ്ദേഹത്തെ ബിർള മന്ദിരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ബിർള മന്ദിരത്തിന്റെ താഴെ നില പൂർണ്ണമായും ഗാന്ധിജിക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 4-5 പേർ വരുന്ന മനു, ആഭ എന്നീ 2 പെൺകുട്ടികൾ, ബ്രിജ് കൃഷ്ണ, ശിവബാലിക് ബിസേൻ എന്നു പേരായ ആള്, പാരേലാല്, അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള ഡോക്ടർ സുശീല നയ്യാർ, മീരാബെൻ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാനും വരുന്ന നെഹ്റുവും പട്ടേലും പോലുള്ള ആളുകൾ, ഇവർക്കെല്ലാം വേണ്ടി ബിർള മന്ദിരത്തിന്റെ താഴെ നില പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു. ബിർള മന്ദിരത്തിന് അന്തേവാസികൾ അതിന്റെ മുകൾ തട്ടിലേക്ക് മാറുകയും ചെയ്തു. ഗാന്ധി ബിർള മന്ദിരത്തിൽ താമസം ആരംഭിച്ചു. തുടർന്ന് 144 ദിവസം ഗാന്ധിജി അവിടെ താമസിച്ചു. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഗാന്ധിജിക്ക് മനസ്സിലായി ഡൽഹി കലാപത്തിന്റെ പിടിയിലാണ്. പഞ്ചാബിലേക്ക് പോകേണ്ടതില്ല എന്ന് ഗാന്ധി തീരുമാനിച്ചതിനൊരു കാരണം, ഡൽഹി കൈവിട്ടു പോയാൽ പിന്നെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ഗാന്ധിജി മനസ്സിലാക്കിയിരുന്നു. കാരണം ഡൽഹി എന്നത് ഒരു പ്രദേശം മാത്രമല്ല, ഡൽഹി രാജ്യത്തിന്റെ തലസ്ഥാനം മാത്രവുമല്ല, മറിച്ച് മുഗൾ സംസ്കാരവും ഇസ്ലാമിക ജീവിതവും ആഴത്തിൽ വേരുപിടിക്കുകയും ഇന്ത്യൻ ജീവിതത്തിന്റെ അവിഭാജ്യ ഭാഗമായി മാറുകയും ചെയ്ത ഒരിടമാണ് ഡൽഹി. ആ ഡൽഹിയെ കലാപത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ അവശേഷിക്കില്ല എന്ന് ഗാന്ധി കരുതി. അതുകൊണ്ട് ഡൽഹിയെ കൈവിട്ട് പഞ്ചാബിലേക്ക് പോകേണ്ടതില്ല, ഡൽഹി ശാന്തമായതിനു ശേഷം പഞ്ചാബിലേക്ക് പോകാം എന്ന് ഗാന്ധി തീരുമാനിക്കുകയും അദ്ദേഹം നിരന്തരമായി അഭയാർത്ഥി കോളനികളിൽ എത്തുന്നു, നാനാതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. സെപ്റ്റംബർ മുതൽ ഏതാണ്ട് ഡിസംബർ വരെ നീളുന്ന 3-4 മാസത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ചെറുതും വലുതുമായ നിർത്താത്ത പരിശ്രമങ്ങളിലൂടെ പതിയെ പതിയെ ഡൽഹി ശാന്തമാകാൻ തുടങ്ങുന്നു. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായിരുന്നു, അവസാനത്തെ ജന്മദിനം, 78ാമത്തെ ജന്മദിനം. അന്നത്തെ പ്രാർത്ഥനാ യോഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. അപ്പോഴേക്കും ഗാന്ധി പ്രാർത്ഥനാ യോഗങ്ങളിൽ ഉടനീളം ഒരു ഗാനം ആലപിച്ചു കൊണ്ടിരുന്നു. ടാഗോറിന്റെ പ്രസിദ്ധമായ ഒരു കവിത, ഏകലേ ചലോരെ, നിങ്ങൾ പറയുന്നത് അവർ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ തനിയെ നടക്കുക. അതായിരുന്നു ഗാന്ധി പ്രാർത്ഥനാ യോഗങ്ങളിൽ ആലപിച്ചുകൊണ്ടേയിരുന്ന അവസാന കാലത്തെ ഗാനം, ഏകലേ ചലോരെ. അങ്ങനെ തനിയെ നടക്കുന്ന ഒരാളായി ഗാന്ധി ഡൽഹിയിലെത്തി. പക്ഷെ ഗാന്ധി ഡൽഹിയിൽ എത്തിയതിന് ശേഷം ഫലത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഗാന്ധിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കപ്പെട്ട നിലയിലായിരുന്നു.
കാരണം വിഭജനം എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറും എന്ന് വളരെ മുൻപേ പറഞ്ഞ ഒരേ ഒരാൾ ഗാന്ധിജിയാണ്.